ഇനി അടുത്തത് ദ തേർഡ് എൽ ഈസ് ലീഡർഷിപ്പ്. മൂന്നാമത്തെ എൽ ലീഡർഷിപ്പ് ആണ്, അതായത് നേതൃത്വം. ദാറ്റ് എനേബിൾസ് വുമൺ ടു റൈസ് ആൻഡ് ഫുൾഫിൽ ദെയർ ഇന്നേറ്റ് എബിലിറ്റീസ് ആൻഡ് ടാലൻസ്. അങ്ങനെ ആ ലീഡർഷിപ്പ് എനേബിൾസ് വുമൺ, എനേബിൾസ് കഴിവുള്ളവരാക്കി മാറ്റണം. ടു റൈസ് ഉയർത്താനും, ആൻഡ് ഫുൾഫിൽ പൂർത്തീകരിക്കുന്നതിനും, ദെയർ ഇന്നേറ്റ് എബിലിറ്റീസ് ആൻഡ് ടാലൻസ് അവരുടെ ഇന്നേറ്റ് എന്ന് പറഞ്ഞാൽ ഇൻബോൺ ജന്മനാലുള്ള എബിലിറ്റീസ് കഴിവുകൾ, ആൻഡ് ടാലൻറ്റുകൾ സാമർഥ്യങ്ങൾ കഴിവുകൾ, അതായത് ജന്മനാലുള്ളതായിട്ടുള്ള കഴിവുകളെയും അതുപോലെ തന്നെ ബുദ്ധിയും എന്ത് ചെയ്യാൻ, ഉയർത്താനും ഫുൾഫിൽ ചെയ്യാനും നിറവേറ്റാനും സഹായിക്കുന്നതാണ് ലീഡർഷിപ്പ്. അപ്പോൾ തേർഡ് വൺ ലീഡർഷിപ്പ്, തേർഡ് എൽ എന്താ ലീഡർഷിപ്പ് എന്ത് ചെയ്യുന്നുണ്ട്, എനേബിൾസ് വുമൺ ടു റൈസ് ആൻഡ് ഫുൾഫിൽ ദെയർ ഇന്നേറ്റ് എബിലിറ്റീസ് ആൻഡ് ടാലൻസ്. അവരുടെ ജന്മനാലുള്ള കഴിവുകളെ ബുദ്ധിയെ ഒക്കെ ഉയർത്താനും പിന്നെ ഫുൾഫിൽ ചെയ്യാനും നിറവേറ്റാനും അവരെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. ഹിയർ ദർ ഈസ് പ്ലെൻറ്റി ഓഫ് റൂം ഫോർ ഇംപ്രൂവ്മെൻറ്റ്. ഇംപ്രൂവ്മെൻറ്റിന് എന്താ ഇംപ്രൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കൂടുതൽ നന്നാക്കിയെടുക്കുക, അതിനുള്ള ധാരാളം അവസരങ്ങളുണ്ട്. ദ ഐറണി ഈസ് ദാറ്റ് വെൻ വുമൺ ലീഡ്, സ്ത്രീകൾ നേതൃസ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ ദേ ടെൻഡ് ടു ഡു ആസ് ഗുഡ് എ ജോബ് ആസ് അതേഴ്സ്. അവർ ജോലികൾ മറ്റുള്ളവരെ പോലെ തന്നെ നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കും. ഇഫ് നോട്ട് എ ബെറ്റർ ജോബ്, നല്ല ജോലി അല്ലെങ്കിലും അത് വളരെ നന്നായിട്ട് ചെയ്യാൻ അവർക്ക് സാധിക്കും. ദേ ആർ മോർ ലൈക്ലി ടു മേക്ക് ഡിസിഷൻസ് ബേസ്ഡ് ഓൺ കൺസെൻസസ് ബിൽഡിംഗ്, ഇൻക്ലൂഷൻ, compassion and with a focus on long-term sustainability. They are more likely to make decisions, തീരുമാനങ്ങൾ എടുക്കുക. അതായത് പുരുഷന്മാരെക്കാളൊക്കെ കൂടുതൽ നന്നായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ സ്ത്രീകൾക്ക് പറ്റുമെന്നാണ് പറയുന്നത്. അവർക്ക് തീരുമാനങ്ങൾ എടുക്കാം. ഏതിനൊക്കെ അടിസ്ഥാനമാക്കിയിട്ട്, ബേസ്ഡ് ഓൺ കൺസെൻസസ് ബിൽഡിംഗ്, അതായത് അടിസ്ഥാനമാക്കിയിട്ടുള്ളത് പൊതുജന സമ്മതത്തോടെ ചെയ്യുന്നത്. പൊതുജന സമ്മതത്തോടു കൂടിയുള്ള തീരുമാനങ്ങൾ. അതുപോലെ തന്നെ ഇൻക്ലൂഡ് ചെയ്യുക. നേരത്തെ എക്സ്ക്ലൂഷൻ പഠിച്ചു. ആ എക്സ്ക്ലൂഷൻ്റെ ഓപ്പോസിറ്റാണ് ഇൻക്ലൂഷൻ. എക്സ്ക്ലൂഷൻ മാറ്റി നിർത്തൽ, ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളിക്കൽ. അപ്പോൾ ഇൻക്ലൂഷൻ, കമ്പാഷൻ, അതായത് ഇൻക്ലൂഷൻ, പിന്നെന്തുണ്ടാവും, സ്ത്രീകൾക്കുള്ളൊരു കാര്യമാണ് ദയ, മേഴ്സി, കമ്പാഷൻ. അപ്പോൾ കമ്പാഷൻ ആൻഡ് വിത്ത് എ ഫോക്കസ് ഓൺ ലോങ് ടേം സസ്റ്റൈനബിലിറ്റി, ദീർഘകാലം നിലനിൽക്കുന്നതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട്, അതായത് ദീർഘകാലത്തേക്ക് നിലനിൽക്കുന്ന തരത്തിലുള്ള ഡിസിഷൻസ് എടുക്കാൻ സ്ത്രീകൾക്ക് പറ്റും. അതായത് ദേ ആർ മോർ ലൈക്ലി ടു മേക്ക് ഡിസിഷൻസ്, തീരുമാനങ്ങൾ എടുക്കാം. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ജനസമ്മതത്തോടു കൂടിയിട്ടുള്ളത്, എല്ലാവരെയും ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ളത്, കമ്പാഷൻ ദയോട് കൂടിയിട്ടുള്ളത്, പിന്നെ കൂടുതൽ ദീർഘകാലം നിലനിൽക്കുന്ന തരത്തിലുള്ള ഡിസിഷൻസ് എടുക്കാൻ സ്ത്രീകൾക്ക് പറ്റും. ഇറ്റ് ഈസ് ട്രൂ ദാറ്റ് വുമൺ സംടൈംസ് ലാക്ക് ദ കോൺഫിഡൻസ് ടു മാച്ച് ദെയർ കോമ്പിറ്റൻസ്. എന്നാൽ അതായത് സ്ത്രീകൾക്ക് എല്ലാറ്റിനും കഴിവുണ്ടെങ്കിലും അവരൊന്ന് പിന്നോക്കം നിൽക്കണം. അതിന് കാരണം എന്താ, അവർ കോൺഫിഡൻസ് ഇല്ല, അതായത് ഇറങ്ങി ചെയ്യാനുള്ള ഒരു ആത്മവിശ്വാസം ഇല്ലാത്തതുകൊണ്ട്. അതാണ് പറയണത്. ഇറ്റ് ഈസ് ട്രൂ ദാറ്റ്, അത് സത്യമാണ്. വുമൺ സംടൈംസ് ലാക്ക് ദ കോൺഫിഡൻസ് ആത്മവിശ്വാസം, അത് ലാക്ക് ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. ലാക്ക് ദ കോൺഫിഡൻസ് ടു മാച്ച് ദെയർ കോമ്പിറ്റൻസ്, അവരുടെ കോമ്പിറ്റൻസ്, എബിലിറ്റി, കഴിവിന് മാച്ചായിട്ടുള്ള
കഴിവിന് യോജിച്ചതായിട്ടുള്ള കോൺഫിഡൻസ് അവർക്കില്ലാത്തത് കൊണ്ടാണ് അവർക്കിത് മുഴുവനായിട്ട് ചെയ്യാൻ പറ്റാത്തത്. ബട്ട് ദേ നീഡ് ടു ചേഞ്ച് ദാറ്റ് മൈൻഡ് സെറ്റ്. ആ മൈൻഡ് സെറ്റ് ഏതാ മൈൻഡ് സെറ്റ്? അവർക്ക് വേണ്ടത്ര ലാക്ക് ഓഫ് കോൺഫിഡൻസ് അല്ലേ, ലാക്ക് ഓഫ് കോൺഫിഡൻസ് ടു മാച്ച് ദെയർ കോമ്പിറ്റൻസ്. അവരുടെ കോമ്പിറ്റൻസിനെ മാച്ച് ചെയ്യുന്നതായിട്ടുള്ള അത്രയും കോൺഫിഡൻസ് ഇല്ല. ആ മൈൻഡ് സെറ്റ് നമ്മൾ മാറ്റിയെടുക്കണം, ആ ചിന്ത മാറ്റിയെടുക്കണം. ബട്ട് ദേ നീഡ് ടു ചേഞ്ച് ദ മൈൻഡ് സെറ്റ്. ആ മൈൻഡ് സെറ്റ് തനിക്ക് എന്താ കോൺഫിഡൻസ് ഇല്ല, ചെയ്യാം പക്ഷേ കോൺഫിഡൻസ് ഇല്ല, ആ മൈൻഡ് സെറ്റ് മാറ്റിയെടുക്കണം. ചേഞ്ച് ദ മൈൻഡ് സെറ്റ് ആൻഡ് റീസെറ്റ്. എന്നിട്ട് മനസ്സിനെ റീസെറ്റ് ചെയ്യണം. എങ്ങനെ? ദ നറേറ്റീവ് ഇൻ ദെയർ ഫേവർ. ദ നറേറ്റീവ് ആ നില ഇൻ ദെയർ ഫേവർ, അവർക്ക് യോജിച്ചതായിട്ട്, അവരുടെ ഫേവറിൽ അവർക്ക് പറ്റിയതായിട്ടുള്ള നില മാറ്റിയെടുക്കുകയാണ്, ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് മനസ്സിനെ മൈൻഡ് സെറ്റ് മാറ്റി റീസെറ്റ് ചെയ്യണം. ആ റീസെറ്റ് ചെയ്യുന്നത് ഇതിനനുസരിച്ച് ഇൻ ദെയർ ഫേവർ, അവരുടെ ഫേവറിന് അവർക്കനുസരിച്ചതിനെ റീസെറ്റ് ചെയ്യണം. സോ അതുകൊണ്ട് ഇറ്റ് ഈസ് എസെൻഷ്യൽ ദാറ്റ്, ഇത് അത്യാവശ്യമായിട്ടുള്ളതാണ്, ദാറ്റ് വുമൺ ബി റെഡി ടു ഡയർ ദ ഡിഫറൻസ്. സ്ത്രീകൾ റെഡി ടു ഡയർ ദ ഡിഫറൻസ്, അവർ റെഡി ആയിരിക്കണം, ഒരുങ്ങിയിരിക്കണം. എന്തിന്? ഡയർ ദ ഡിഫറൻസ്, വ്യത്യാസങ്ങളെ നേരിടാൻ, വ്യത്യാസങ്ങളെ നേരിടാൻ അവർ തയ്യാറായിരിക്കണം. അപ്പോൾ അവരെന്ത് ചെയ്യണം? മൈൻഡ് സെറ്റ് മാറ്റണം, അതായത് മനസ്സിനെ മാറ്റിയെടുക്കണം. എന്നിട്ട് ഡിഫറൻസിനെ, അതായത് ഡയർ ദ ഡിഫറൻസ്, വ്യത്യാസങ്ങളെ നേരിടാൻ തക്ക തരത്തിൽ റീസെറ്റ് ചെയ്യണം, മൈൻഡിനെ റീസെറ്റ് ചെയ്യണം. എന്തിനാണ് ഡയർ ദ ഡിഫറൻസ്? എന്താണത് പറഞ്ഞാൽ അവർ റെഡി ആയിരിക്കണം, റെഡി ടു ടേക്ക് റിസ്കുകൾ ഏറ്റെടുക്കാനും, ആൻഡ് സ്റ്റെപ്പ് ഔട്ട്സൈഡ് ദെയർ കംഫർട്ട് സോൺസ്, അവരുടെ കംഫർട്ട് സോണുകളിൽ നിന്ന്, അതായത് സുരക്ഷിത മേഖലകൾ, അതായത് ഭർത്താവിൻ്റെയോ അച്ഛൻ്റെയോ സഹോദരൻ്റെയോ ഒക്കെ സുരക്ഷിതത്വത്തിൽ, ആ സുരക്ഷിത മേഖലകളിൽ നിന്ന് പുറമേക്ക് വരാനും അവർ പുറത്തിറങ്ങാനും അവർ തയ്യാറാവണം. അപ്പോൾ അവർക്ക് എല്ലാറ്റിനും കഴിവുണ്ട്, അതാണ് നേരത്തെ പറഞ്ഞത്. അതായത് ദേ ആർ മോർ ലൈക്ലി ടു ടേക്ക് ഡിസിഷൻസ് ബേസ്ഡ് ഓൺ കൺസെൻസസ് ബിൽഡിംഗ്, ഇൻക്ലൂഷൻ, കമ്പാഷൻ വിത്ത് എ ഫോക്കസ് ഓഫ് ലോങ് ടേം സസ്റ്റൈനബിലിറ്റി. അതായത് കൂടുതൽ ദീർഘകാലം നിലനിൽക്കുന്നതായിട്ടുള്ള തീരുമാനങ്ങൾ എങ്ങനെയുള്ളത്? പൊതുജനസമ്മതമായിട്ടുള്ളതും എല്ലാവരെയും ഉൾക്കൊള്ളിക്കുന്നതും മേഴ്സി, കമ്പാഷൻ ഉള്ളതുമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. പക്ഷേ ദേ ലാക്ക് ദ കോൺഫിഡൻസ്, അവർക്കെന്താ? വിശ്വാസമില്ല, ഒരാത്മവിശ്വാസമില്ല. എന്തിന്? ടു മാച്ച് ദെയർ കോമ്പിറ്റൻസ്, അവരുടെ കഴിവുകളുണ്ട്, അത്രയ്ക്കും ആത്മവിശ്വാസമില്ല. അതുകൊണ്ട് ദേ ഹാവ് ടു ചേഞ്ച് ദെയർ മൈൻഡ് സെറ്റ് ആൻഡ് റീസെറ്റ് ദ നറേറ്റീവ് ഇൻ ദെയർ ഫേവർ. അവർ മൈൻഡ് സെറ്റ് മാറ്റിയിട്ട് തനിക്ക് അനുകൂലമായിട്ടുള്ള, തൻ്റെ എബിലിറ്റീസിന് അനുകൂലമായിട്ടതിനെ റീസെറ്റ് ചെയ്യണം. അങ്ങനെ സോ ഇറ്റ് ഈസ് എസെൻഷ്യൽ ദാറ്റ് വുമൺ ബി റെഡി ടു ഡയർ ദ ഡിഫറൻസ്, വ്യത്യാസങ്ങളെ നേരിടാൻ അവർ തയ്യാറാവണം. അതിന് ആവശ്യമുള്ളത് ടു ടേക്ക് റിസ്കുകൾ എടുക്കണം, ആൻഡ് സ്റ്റെപ്പ് ഔട്ട്സൈഡ് ദെയർ കംഫർട്ട് സോൺസ്, അവരുടെ സുരക്ഷിത മേഖലകളിൽ നിന്ന് അവർ പുറത്തിറങ്ങുകയും ചെയ്യും. ഉത്തരവാദിത്വം ഏറ്റെടുക്കണം, എന്നിട്ട് സുരക്ഷിത മേഖലകളിൽ നിന്ന് പുറത്തിറങ്ങും ചെയ്യണം. Nonetheless, even those with the drive to succeed continue to face barriers. അതായത് തടസ്സങ്ങൾ ഫേസ് ചെയ്യാൻ, അത് സക്സീഡ് ചെയ്യണമെങ്കിൽ, അതായത് അവരുടെ ശ്രമങ്ങൾ എന്ത് വേണം? സക്സീഡ് ചെയ്യണം, വിജയിക്കണമെങ്കിൽ ഹൗ ടു ഫേസ്
ബാരിയേഴ്സ്, കണ്ടിന്യൂ ടു ഫേസ് ബാരിയേഴ്സ്. തടസ്സങ്ങൾ ധാരാളം നേരിടേണ്ടതായിട്ട് വരും. തടസ്സങ്ങളൊക്കെ അവർ നേരിടേണ്ടതായിട്ട് വരും, നേരിടുക തന്നെ ചെയ്യണം. അതെങ്ങനെയാണെങ്കിൽ വെദർ വി ആർ ടോക്കിംഗ് അബൌട്ട് പ്രൊവൈഡിങ് പ്രൈമറി എഡ്യൂക്കേഷൻ ഫോർ ഗേൾസ് ഇൻ എ വില്ലേജ്, ഒരു ഗ്രാമത്തിലെ പെൺകുട്ടികൾക്ക് പ്രൈമറി എഡ്യൂക്കേഷൻ, അതായത് ആദ്യത്തെ വിദ്യാഭ്യാസം, പ്രൈമറി വിദ്യാഭ്യാസം കൊടുക്കുന്ന കാര്യത്തിലായാലും ചെറിയ കാര്യം. അതുപോലെ തന്നെ ബിസിനസ് എക്സിക്യൂട്ടീവ്, സ്ത്രീകൾ ബിസിനസ്സിൽ എക്സിക്യൂട്ടീവ് ഭരണനിർവഹണം, എക്സിക്യൂട്ടീവ് പൊസിഷനിലേക്ക് എത്തുന്ന കാര്യത്തിലായാലും നമ്മൾ എന്തെടുക്കേണ്ടതായിട്ട്, രണ്ട് കാര്യത്തിലായാലും തടസ്സങ്ങളുണ്ടാവും. ആ തടസ്സങ്ങളെ നേരിടാൻ സ്ത്രീകൾ തയ്യാറായിരിക്കണം. അപ്പോൾ ഏത് കാര്യത്തിനായാലും മൈൻഡ് സെറ്റ് മാറ്റി കോൺഫിഡൻസോടുകൂടെ അതിറങ്ങിത്തിരിക്കുക. ഒരുപാട് ബാരിയേഴ്സ്, തടസ്സങ്ങളുണ്ടാവും. ആ തടസ്സങ്ങളെയൊക്കെ എന്ത് ചെയ്യണം? നേരിടുക തന്നെ ചെയ്യണം. അതാ പറയുന്നത്. നൺലെസ് ഈവൺ കണ്ടിന്യൂ ടു ഫേസ് ഈവൺ ദോസ് വിത്ത് ദ ഡ്രൈവ് ടു സക്സീഡ്, അതായത് സക്സീഡ്, വിജയത്തിലേക്ക് ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ, വിജയത്തിലെത്തണമെങ്കിൽ കണ്ടിന്യൂ ടു ഫേസ് ബാരിയേഴ്സ്, തടസ്സങ്ങൾ നേരിടേണ്ടതായിട്ട് തന്നെ വരും. അത് തുടർച്ചയായിട്ട് തടസ്സങ്ങൾ നേരിടേണ്ടതായിട്ട് വരും. അതെങ്ങനെയാണെങ്കിൽ ഒരു ഗ്രാമത്തിലുള്ള പെൺകുട്ടികൾക്ക് പ്രൈമറി വിദ്യാഭ്യാസം കൊടുക്കുന്ന കാര്യത്തിലായാലും സ്ത്രീകൾക്ക് ബിസിനസ്സിൽ എക്സിക്യൂട്ടീവ് സ്ഥാനം കിട്ടുന്ന കാര്യത്തിലായാലും തടസ്സങ്ങളുണ്ടായിരിക്കും. ഇറ്റ് ഈസ് ടൈം ടു ക്രിയേറ്റ് എ വേൾഡ് where all women can meet their potential without impediment or prejudice, and the world will reap the benefits. It is time, സമയമായി, അതായത് ചെയ്യേണ്ട കാലമായിട്ടുണ്ട്. ടു ക്രിയേറ്റ്, സൃഷ്ടിക്കുക, എ വേൾഡ്, ഒരു ലോകത്തെ സൃഷ്ടിക്കാൻ, വേർ ആൾ വുമൺ ക്യാൻ മീറ്റ് ദെയർ പൊട്ടൻഷ്യൽ, എല്ലാ സ്ത്രീകൾക്കും അവരുടെ കഴിവുകൾ പ്രയോഗിക്കാനുള്ള, അല്ലെങ്കിൽ കഴിവുകൾക്കനുസരിച്ച് വളരാനുള്ള അവസരം, വളരാനുള്ളൊരു ലോകം സൃഷ്ടിക്കേണ്ട സമയമായിട്ടുണ്ട്. അതെങ്ങനെ വളരണം? വിത്തൗട്ട് ഇംപെഡിമെൻറ്റ് ഓർ പ്രിജുഡൈസ്. ഇംപെഡിമെൻറ്റ് തടസ്സങ്ങൾ, പ്രിജുഡൈസ് മുൻവിധികൾ. വിത്തൗട്ട് ഇംപെഡിമെൻറ്റ് തടസ്സങ്ങളോ പ്രിജുഡൈസ് മുൻവിധികളോ ഇല്ലാത്തതായ ഒരു ലോകം, അതായത് തൻ്റെ കഴിവുകൾക്കനുസരിച്ച് വളരാനുള്ള മുൻവിധിയോ തടസ്സങ്ങളോ ഇല്ലാതായിട്ടുള്ള ഒരു ലോകം ക്രിയേറ്റ് ചെയ്യുക, സൃഷ്ടിക്കേണ്ട സമയമായി. അങ്ങനെ ഒരു ലോകം ഉണ്ടായാലോ ദ വേൾഡ് വിൽ റീപ്പ് ദ ബെനിഫിറ്റ്സ്, അതിൻ്റെ പ്രയോജനങ്ങൾ ആ ലോകത്തിന് കിട്ടും ചെയ്യും. റീപ്പ് എന്ന് പറഞ്ഞാൽ കൊയ്തെടുക്കുക, അതായത് സ്ത്രീകൾ സ്വതന്ത്രമായിട്ട് തൻ്റെ പൊട്ടൻഷ്യൽ കംപ്ലീറ്റ് പ്രയോഗിക്കാനുള്ളൊരു ലോകം വരികയാണെന്ന് വെച്ചാൽ അത് വളരെ പ്രയോജനകരമായിരിക്കും. ദ വേൾഡ് വിൽ റീപ്പ് ദ ബെനിഫിറ്റ്സ്, അതിൻ്റെ പ്രയോജനം ലോകത്തിന് കിട്ടും ചെയ്യും. അപ്പോൾ ഇറ്റ് ഈസ് ടൈം ടു ക്രിയേറ്റ് എ വേൾഡ് വേർ ആൾ വുമൺ ക്യാൻ മീറ്റ് ദെയർ പൊട്ടൻഷ്യൽ വിത്തൗട്ട് ഇംപെഡിമെൻറ്റ് ഓർ പ്രിജുഡൈസ്, അതായത് മുൻവിധിയോ തടസ്സങ്ങളോ ഇല്ലാതെ തൻ്റെ കഴിവുകൾ മുഴുവൻ പ്രയോഗിക്കാനുള്ള ഒരു ലോകം സൃഷ്ടിക്കേണ്ടതായ സമയമായി. ആൻഡ് ദ വേൾഡ് വിൽ റീപ്പ് ദ ബെനിഫിറ്റ്സ്, അതിൻ്റെ പ്രയോജനം ലോകത്തിന് കിട്ടും ചെയ്യും. ദ 3 L's വിൽ ഹെൽപ്പ് us ഗെറ്റ് ദർ, നമ്മളെ അവിടെ എത്താൻ സഹായിക്കും ആ 3 L. ഏതൊക്കെയാ? ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ്. ഇഫ് വി ഡെയർ ദ ഡിഫറൻസ്, നമ്മൾ വ്യത്യാസങ്ങളൊക്കെ നേരിടാൻ തയ്യാറായാലോ, എന്ത് തടസ്സം ഉണ്ടെങ്കിലും നേരിടാമെന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ എന്തുണ്ടാവില്ല? തടസ്സങ്ങളേ ഉണ്ടാവില്ല. അതാ പറയുന്നത് ദ ഡിഫറൻസ് വിൽ ഡെലിവർ. തടസ്സങ്ങളൊക്കെ നേരിടാൻ തയ്യാറായാൽ പിന്നെ അവിടെ യാതൊരു തടസ്സവും ഉണ്ടാവില്ല. താങ്ക് യു വെരി മച്ച്. അങ്ങനെ ആ സ്പീച്ച് കഴിഞ്ഞു. അതിൽ കുറച്ച് ക്വസ്റ്റ്യൻ ഉണ്ട്. പ്രധാനമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറയാം. ദ റോൾ ഓഫ് ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ് in making women liberated.
അതായത് സ്ത്രീകളെ ലിബറേറ്റ് ചെയ്യാനുള്ള 3 ഏതൊക്കെ? ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ്. നമ്മളിപ്പോൾ പറഞ്ഞു അത് ഇതിൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ 3 ഡെഫിനേഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. അതാ 3 കൂടെ ചേർത്ത് എഴുതിയ അതിൻ്റെ ആൻസറായി. അപ്പോൾ ലെസൺ കഴിഞ്ഞു. ഇനി ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉണ്ട്. അത് അടുത്ത ക്ലാസ്.